നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്രപരമായ പരാജയത്തെ തുടർന്ന് അണികളിൽ നിന്നും കീഴ്ഘടകങ്ങളിൽ നിന്നും ഉയർന്ന കടുത്ത നേതൃത്വ വിമർശനങ്ങളെ മൂടിവെക്കാൻ CPM ഒരു നീക്കം നടത്തി. എന്നാൽ സംസ്ഥാന സമിതി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടുമായി വിമാനം കയറി ഡൽഹിയിലെത്തി പോളിറ്റ് ബ്യൂറോ യോഗത്തിന് മുന്നിൽ സമർപ്പിച്ചതോടെ പോളിറ്റ് ബ്യൂറോ യോഗം ആ റിപ്പോർട്ടെല്ലാം തന്നെ, അതായത് CPM സംസ്ഥാന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടെല്ലാം തന്നെ ചുരുട്ടിക്കൂട്ടി വലിച്ചു കീറി കളഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിൽ കേരളത്തിന്റെ പരമാധികാരികളായ പിണറായി വിജയനും MV ഗോവിന്ദനും പൂർണ്ണമായി ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഡൽഹിയിൽ വെച്ച്, അതായത് AKG ഭവനിൽ വെച്ച് എല്ലാ CPM-ലെ നേതാക്കളും കൂടെ പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ ഗോവിന്ദനെയും ഈ വറുത്തു കോരി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയത്. പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന കടുത്ത നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. തങ്ങൾ സമർപ്പിച്ച റിപ്പോർട്ട് അതേപടി അംഗീകരിക്കാൻ പോളിറ്റ് ബ്യൂറോ വിസമ്മതിച്ചതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത നിരാശയിലാണ് ഡൽഹിയിൽ നിന്നും കോഴിക്കോടേക്ക് വിമാനം കയറിയത്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം CPM സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അഗ്നിപരീക്ഷയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറണം എന്ന ഒരു നീക്കത്തിലേക്കാകും പോളിറ്റ് ബ്യൂറോ പോവുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പിണറായി വിജയന്റെ കടുംപിടുത്തങ്ങളും ഭരണശൈലിയിലെ പോരായ്മകളും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ സ്വീകരിച്ച നിലപാടുകളുമാണ് പാർട്ടിയെ തകർത്തതെന്ന് ലോക്കൽ ഏരിയ കമ്മിറ്റികളിൽ തുറന്ന ചർച്ച ഉയർന്നിരുന്നു. എന്നാൽ ഉന്നത നേതാക്കളെ സംരക്ഷിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ രേഖകളിൽ ഇതൊന്നും പ്രതിഫലിച്ചില്ല എന്നത് പോളിറ്റ് ബ്യൂറോ വിലയിരുത്തുകയാണ്. താഴെത്തട്ടിൽ ഉയർന്ന അണികളുടെ വികാരത്തിന്റെ അന്തസ്സത ഉൾക്കൊള്ളാതെ സമർപ്പിച്ച റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഒന്നടക്കം തള്ളിക്കളഞ്ഞതോടെ കേരളത്തിൽ നിന്നുള്ള ഈ രണ്ട് കരുത്തരും കേന്ദ്രത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെടുകയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ് കൈകഴുകാൻ സംസ്ഥാന സമിതിക്ക് കഴിയില്ല എന്ന കർശന നിലപാടിലാണ് പോളിറ്റ് ബ്യൂറോ. താഴെത്തട്ടിൽ വീഴ്ചകളിൽ മാത്രം കുറ്റം ചാരി ഉന്നത നേതാക്കൾക്ക് രക്ഷപ്പെടാനാകില്ല എന്നും സംയോജിതമായി ഇടപെട്ട് അത് തിരുത്തുന്നതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് എന്ത് പറ്റിയെന്ന ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലാതെ പിണറായിക്കും ഗോവിന്ദനും തലകുനിക്കേണ്ടി വന്നു. ഉന്നത നേതൃത്വത്തിന്റെ അനാസ്ഥയും ജാഗ്രതക്കുറവും തന്നെയാണ് പരാജയത്തിന് ആക്കം കൂട്ടിയതെന്നും ഇക്കാര്യം അവലോകന റിപ്പോർട്ടിൽ മനഃപൂർവ്വം മറച്ചുവെച്ചതായും യോഗം കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. പാർട്ടിക്കുള്ളിൽ ഉന്നത പദവിയിൽ വഹിക്കുന്നവർക്കിടയിൽ പോലും പാർലമെന്ററി വ്യാമോഹവും വ്യക്തിപൂജകളോടുള്ള മൃദു സമീപനവും ഉൾപ്പെടെയുള്ള അന്യവർഗ ചിന്താഗതികൾ ശക്തമാകുന്നത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്നുവെന്ന് ഗൗരവമേറിയ വിമർശനത്തിന് മുന്നിൽ പിണറായി വിജയൻ അസ്വസ്ഥനായി. മുമ്പ് പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരമായിരുന്നു മുൻ മുഖ്യമന്ത്രിക്ക്. ഡൽഹിയിൽ നേരിടേണ്ടി വന്ന ഈ അവഗണനയും ഒറ്റപ്പെടലും കടുത്ത നിരാശയ്ക്ക് കാരണമാകുകയാണ്. അധികാര കേന്ദ്രങ്ങളിലും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയും തിരുത്തപ്പെടണമെന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാണ്. പാർട്ടി സംവിധാനത്തെ അടിമുടി ശുദ്ധീകരിക്കുന്നതിനായുള്ള ദേശീയതല തെറ്റുതിരുത്തൽ രേഖയുടെ കരണിന് പോളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകിയിരിക്കുകയാണ്. 2015 കൊൽക്കത്ത പ്ലീന തീരുമാനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയാത്തതാണ് മുതിർന്ന നേതാക്കളെ പോലും പാർലമെന്ററി വ്യാമോഹം വളരാൻ കാരണമായതെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറയുകയാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്തം സ്ഥാനങ്ങളിൽ ഇരുന്ന ചിലർ UDF-ന്റെ സഹായത്തോടെ മത്സരരംഗത്തിറങ്ങി അതിന്റെ ഒരു തെളിവാണ്. G. സുധാകരൻ, TK ഗോവിന്ദൻ, P. കുഞ്ഞികൃഷ്ണൻ എന്നിവരുടെ പേരുകൾ പരാമർശ വിധേയമായെങ്കിലും തിരുത്തൽ ചാട്ടവാറിന്റെ അമ്പ് നീളുന്നത് സംസ്ഥാനത്തെ ഉന്നത അധികാര കേന്ദ്രങ്ങളിലേക്കാണെന്നത് വ്യക്തമാണ്. സംഘടനയെ താഴെത്തട്ടിൽ നിന്ന് പുനഃക്രമീകരിക്കാനും സംസ്ഥാന നേതൃത്വത്തെ തിരുത്താനുമുള്ള കർശന നിർദ്ദേശങ്ങളടങ്ങിയ പുതിയ രേഖ അടുത്ത മാസം 11, 12, 13 തീയതികളിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ വിശദമായി ചർച്ച ചെയ്യും. കേന്ദ്ര ഘടകത്തിന്റെ റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോ തള്ളിയ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം പിണറായി വിജയനും MV ഗോവിന്ദനും ഉൾപ്പെടുന്ന സംസ്ഥാന നേതൃത്വത്തിന് കടുത്തൊരു അഗ്നിപരീക്ഷയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.